രാഹുൽ മറുകരയിലുണ്ട്. രാഹുൽ, മധുവേട്ടൻ ഇപ്പോൾ കൃത്യമായി അവിടുത്തെ ഒരു സാധ്യതകൾ പറയുകയായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കർണാടകയുടെ ഭാഗത്തുനിന്ന് അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഈ അപകടത്തിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വളരെ അതിവൈകാരികമായി തന്നെ പല പ്രതികരണങ്ങളും ഉണ്ടായി. GPS ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു, കരയിൽ തന്നെയാണ് വണ്ടി എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പുറത്തെ സാഹചര്യത്തിൽ പലരുടെയും പ്രതികരണങ്ങൾ നമ്മളും തേടിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്തായാലും ഇപ്പോൾ അത് നദിയിൽ തന്നെയെന്ന് ഉറപ്പിക്കുന്നു. അത് കൃത്യമായി നാവികസേനയുടെയൊക്കെ കൃത്യമായ പരിശോധനയിൽ അത് ഉറപ്പിക്കുമ്പോൾ വാഹനവും അർജുൻ്റേത് തന്നെയെന്ന് കർണാടക പോലീസ് കൂടി പറയുമ്പോൾ ആ നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞ കാര്യം എന്തോ അത് തന്നെ ശരിയാവുകയാണ്. ഒരുപക്ഷെ ഈ രക്ഷാദൗത്യം കുറച്ചൊക്കെ ഒന്ന് വഴിമാറിപ്പോകാനും ഈ അതിവൈകാരികത കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാഹുൽ അവിടെ നിന്ന് ഈ കരയിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, കനത്ത മഴ, അവർ തിരിച്ചു കയറുകയാണോ നാവികസേന അംഗങ്ങൾ, അതോ അവർക്ക് ഈ തീരത്ത് തുടരാൻ സാധ്യതയുണ്ടോ? ഇന്നിനി ഈ 5:15 സമയം, അവിടെ വെളിച്ചം തന്നെ കുറഞ്ഞു വരുന്നുവെന്ന് തോന്നുന്നു. ഇനി ഈ ദൗത്യം ഇന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ രാഹുലെ? ദിവിഷ, ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഇത് എന്തൊരു കാലാവസ്ഥയാണ് എന്നാണ് നമുക്കിവിടുന്ന് ചോദിക്കാനുള്ളത്. കാരണം ഈ മഴയും കാറ്റും കാരണം നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ്. കൊടയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൊടയും കൊണ്ട് പുഴയിലേക്ക് പറന്നു പോകുന്ന വിധത്തിലാണ് കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. മഴയുടെ ശക്തി ഇടയ്ക്കൊക്കെ കുറയുന്നുണ്ട്, മഴ മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റ് അതിശക്തിയായി തന്നെ വീശുന്നു എന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗംഗാവലിയിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് ഒഴുക്കിന് എന്നതാണ്. ഇതിന് മുകളിൽ പല പ്രദേശത്തായി മഴ പെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പുഴയുടെ നിറം വീണ്ടും, അതായത് മണ്ണ് കലർന്ന് ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പുഴ. ആ നിറം കൂടുതൽ ശക്തിയായിട്ടുണ്ട്, കൂടുതലായി വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും അതിശക്തിയായ ഒഴുക്ക് തന്നെയാണ്. നമ്മൾ അല്പസമയം മുൻപ് NDRFന്റെ സേനാംഗങ്ങൾ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. 5 ബോട്ടുകളിലായാണ്, ഡിങ്കി ബോട്ടുകളിലായാണ് അവർ ഒഴുക്കിനെതിരെ സഞ്ചരിച്ചുകൊണ്ട് ആ സിഗ്നലുകൾ ലഭ്യമായ സ്ഥലത്തേക്ക് വന്നത്. പക്ഷേ അവർ തിരിച്ച് കരക്ക് കയറി എന്ന് തന്നെയാണ്. 5 ബോട്ടുകളിലും പുഴയിലേക്ക് ഇറങ്ങിയ അവർ തിരിച്ച് കരക്കേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇനി വീണ്ടും പുഴയിൽ ഇറങ്ങുമോ എന്ന് അറിയുകയില്ല. ഇന്നലെ കൃത്യം 5 മണിക്ക് തന്നെ പുഴയിൽ ബോട്ടിൽ വന്നുള്ള തിരച്ചിൽ അവർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് അങ്ങനെ അവസാനിപ്പിക്കുമോ എന്ന് അറിയില്ല. കാരണം ശുഭകരമായ വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ ബോട്ടിൽ വന്നുകൊണ്ട് ഉള്ള തിരച്ചിലല്ല ഇനി കൃത്യമായ ആവശ്യം. അത് പുഴയിൽ ഇറങ്ങിയുള്ള സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ ഇറങ്ങി ആ ട്രക്കിന്റെ ഭാഗത്തേക്ക് വരിക എന്നതാണ് ഇനി ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുന്നത്. കർണാടക സർക്കാർ ഔദ്യോഗികമായി പങ്കുവച്ച വിവരം പ്രകാരം ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നതാണ്. പക്ഷെ ഇനി അത് ഉണ്ടാകുമോ എന്ന് നമുക്കും പറയാൻ കഴിയില്ല. ഇനി ഇറങ്ങിയാൽ തന്നെ ഇത്രയും ദിവസം ചെയ്ത അതുപോലെ തന്നെ ശ്രമകരമായ ഒരു കാര്യമായിരിക്കും ട്രക്ക് ഉയർത്തുക എന്നതും. ഉടമ പറഞ്ഞതൊക്കെ പ്രകാരം അതിൽ മുഴുവൻ ലോഡുണ്ടായിരുന്നു. ആ ലോഡ് അപകടത്തിൽപ്പെട്ട് താഴേക്ക് മറിഞ്ഞ സമയത്ത് ഒഴുകിപ്പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സേനാംഗങ്ങളൊക്കെ പറയുന്നത്. എങ്കിലും അത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ആ ലോഡ് ഫുള്ളി ലോഡഡായ ലോറിയാണെങ്കിൽ അതിന് ഏകദേശം 40 ടണ്ണോളം ഭാരമുണ്ട് എന്നതാണ്. അപ്പോൾ ഇതുപോലൊരു പുഴയിൽ നിന്ന്, ഇത്രയും ആഴത്തിൽ നിന്ന് ഇതുപോലെ പ്രതികൂലമായൊരു കാലാവസ്ഥയുടെ ഇത്രയും ഭാരമുള്ളൊരു ട്രക്ക് എങ്ങനെ ഉയർത്തിയെടുക്കും എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ കാണേണ്ടത് തന്നെയാണ്. ഏതായാലും 9ാം ദിനം ഗംഗാവലിയിൽ നിന്ന്, ആർത്തലയ്ക്കുന്ന ഗംഗാവലിയിൽ നിന്ന് ശുഭകരമായ വിവരങ്ങൾ, ശുഭകരം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കണ്ടെത്താൻ കഴിഞ്ഞു, ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുണ്ടായി എന്നതാണ് 9ാം ദിവസത്തെ ആശ്വാസം. പിന്നെ മറ്റൊരു വിവരം, ദേശീയപാതയിലെ മണ്ണും കല്ലുമെല്ലാം പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. 2 ഇരുനില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ദേശീയപാതയിൽ മണ്ണ് അടിഞ്ഞു നിന്നിരുന്നത്. അതൊക്കെ എന്തായാലും പൂർണ്ണമായി ഇന്നലെ വൈകിട്ടോടെ പൂർണ്ണമായി ഏറെക്കുറെ നീക്കി. ഒരു ഭാഗത്ത് കുറച്ച് മണ്ണും കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി നീക്കി. റോഡ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തു എന്നൊരു വിവരം കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ വിഷയം ശരി.